ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആയിട്ടാണ് വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഒരു കഥയുണ്ട്. കഥകൾ ആണല്ലോ നമ്മുടെ ജീവിതവും നമ്മളെ എല്ലാം മാറ്റിമറിക്കുന്ന കഥകളാണ്. ഈ കഥകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരു കഥ പറയാം. നമ്മുടെ കുംഭമേള എന്ന് വെച്ചാൽ വലിയൊരു ഉത്സവമാണ് കുംഭമേള. ഇതുപോലെ ആണ് ഇവിടെ സ്വർണ്ണക്കട ഉദ്ഘാടനവും കുംഭമേളകൾ തന്നെ. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആൾ ഇന്ന് കോഴിക്കോട് ഒരു സ്വർണ്ണക്കടയിൽ ഒരു കുംഭമേളയിലെ വൈറൽ താരമായ മോണാലിസയെ കൊണ്ടുവന്നു. ഇതിനു മുമ്പ് നടിമാനായിരുന്നു പിടിച്ചത്. അത് പണി കിട്ടിയതുകൊണ്ട് അത് മാറ്റി പുള്ളി വേറെ പിടിച്ചു. ആ ബിസിനസ്സിൽ നിന്നോ നമുക്കറിയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ സ്വന്തമായിട്ട് പേഴ്സണൽ കാര്യങ്ങൾ നമുക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. അത് ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം അതല്ല. പുള്ളിയുടെ ഓരോ സ്വർണ്ണക്കടകളിലും BDO ഓഫീസർമാരെന്ന് പറഞ്ഞ ഒരു തസ്തികയുണ്ട്. ഈ തസ്തികയിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ലേഡീസാണ്. BDO എന്ന് പറഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നാണ് ഇങ്ങേരുടെ അവിടെ പറയുന്ന കാര്യങ്ങൾ. ഇവർ ജോലി ഒരു ബാഗ് കയ്യിലുണ്ട്. ബാഗിൽ ഒരു പാത്രത്തിൽ ചോറുണ്ടാകും, പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടാകും, പിന്നെ വണ്ടിക്കാശ് 10, 50, 100 രൂപ ചിലവരുണ്ടാവും. പണക്കാരൊന്നും ഈ പണിക്ക് വരില്ലല്ലോ. പാവപ്പെട്ടവർ രക്ഷപ്പെടാൻ വേണ്ടി അവരെ അങ്ങോട്ട് വീട്ടിൽ പോകാനും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ ഭാഗങ്ങൾ നോക്കിയിട്ടൊന്ന് കാര്യങ്ങൾ ഉള്ള പൈസ ഉണ്ടാകും കയ്യിൽ. ഇവർ ഓരോ വീടുകളിൽ നടന്നു പോകും. പോയിട്ട് ഇങ്ങനെ പറയും, ഞാൻ ബോബി ചെമ്മണ്ണൂർ ഗോൾഡിൽ നിന്ന് വരുന്നതാണ്, ഇങ്ങനെ സ്വർണത്തിന് ചിട്ടിയുണ്ട്, ഫണ്ടുണ്ട്, വജ്രത്തിൻ്റെ ഫണ്ടുണ്ട്, സാറ് കൂടുമെന്ന് ഇങ്ങനെ ലേഡീസ് അവരോട് കൂടുമെന്ന് ചോദിക്കും. വീട്ടിൽ പോയിട്ട് ചിലവർ ഡോറ് തുറക്കാറില്ല. ചിലവരിങ്ങനെ ഡോറ് തുറക്കുകയില്ല, അവർ സംസാരിക്കാനും കൂട്ടാകാറില്ല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ജ്വല്ലറി 8 10 സ്റ്റാഫ് ഉണ്ടാവും. ഇങ്ങനെ സ്റ്റാഫല്ല, BDO ഓഫീസർ എന്ന് വെച്ചാൽ ബിസിനസ് പിടിച്ച് കൊടുക്കുന്ന ആൾക്കാർ. അവർക്കൊരു കമ്മീഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് സ്വന്തം വീട്ടിൽ ചോറുണ്ടാക്കി ഒരു കുടയും ഒരു വെള്ളമായിട്ട് ഓട്ടോ വിളിക്കാൻ പോലും പൈസ നടന്ന് ഓരോ വീടും കീഴ് ഇറങ്ങിയിട്ട് ഇവർ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കല്യാണ പാർട്ടി മുതൽ എല്ലാം. കാരണം സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ചിലവർ കൂടും. ഇങ്ങനെ ചിട്ടിയല്ലേ, ഒരു കൊച്ചിന് ആ വീട്ടിലെ മോൾക്ക് 8 വയസ്സുള്ളൂ, 10 വർഷങ്ങൾ 12 ദിവസം കെട്ടിക്കുമ്പോൾ അവർക്ക് സ്വർണ്ണ ചിട്ടി ഓക്കെ അവർ കൂടും. അങ്ങനെ കുറേ പേരെ അവരെ കൂടിച്ചിട്ട് ഈ ക്യാഷെല്ലാം ഇതാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ബോബി ചെമ്മണ്ണൂറിന് ഓരോ സ്വർണ്ണക്കട തുടങ്ങാനുള്ള കാരണങ്ങളും. പക്ഷെ അവരുടെ അവസ്ഥയിൽ അവർക്ക് ഇത്ര ഓഫറുണ്ട്, ഇത്ര ഓഹരി ആണ് ഇങ്ങേര് കണക്കാക്കിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല വേണ്ടത്. കാരണം ഇങ്ങേര് ഓരോ സ്വർണ്ണക്കട ഉദ്ഘാടനത്തിനും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാനോ എന്ത് കാണിക്കാൻ വേണ്ടിയായാലും ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്യേണ്ടതെന്ന് പറയപ്പെടുന്നു. പുള്ളിക്കാരുടെ കീഴിൽ 1 ലക്ഷം 2 ലക്ഷം സ്റ്റാഫുണ്ട്. ഈ സ്റ്റാഫിന് ഇതിൽ 100% ആൾക്കാരും വാടക വീട്ടിൽ താമസിക്കുന്നതായിരിക്കും. 10% ആൾക്കാർക്ക് വാടക വീടുണ്ടാകും. അവർക്ക് ബാങ്ക് ലോൺ ഉണ്ടാകും, കടങ്ങളുണ്ടാകും. അവരുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പുള്ളിക്ക് കഴിയുമോ? അവരുടെ കാര്യങ്ങൾ തിരിച്ചെന്ന് പുള്ളി ചിന്തിക്കട്ടെ. ഫസ്റ്റ് പുള്ളി എന്ത് കാണിച്ചാലും പുള്ളി കീഴിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയപ്പെടുന്നു, ഒരുപാട് സ്റ്റാഫുണ്ടെന്ന് പറയപ്പെടുന്നു. എങ്കിൽ എല്ലാം ഒരു സോഷ്യൽ മീഡിയ തരംഗമാണ്.
പക്ഷേ പുള്ളി ചിന്തിക്കട്ടെ. പുള്ളിയുടെ ഒരു സ്റ്റാഫിനെ, ഓരോ സ്റ്റാഫിനെയും പുള്ളി അവരുടെ കഷ്ടപ്പാട് ആദ്യം പുള്ളി മനസ്സിലാക്കി അവർക്ക് വേണ്ടി സഹായം ഫസ്റ്റ് ചെയ്യും പുള്ളി. എന്നിട്ട് പുള്ളി രക്ഷപ്പെടാൻ പുള്ളി ഇങ്ങനെ സ്വർണ്ണക്കടകൾ തുറക്കാനും കാരണം ഇങ്ങനെ ഓരോ സ്വർണ്ണക്കടയിൽ നിന്നും 8-10 സ്റ്റാഫും ഓരോ ഭാഗത്തുള്ള വീടുകൾ കയറി ഇറങ്ങിയിട്ട് ഈ കേരളത്തിൽ എത്ര സ്വർണ്ണക്കട വിളിക്കുന്നുണ്ട്, എല്ലായിടത്തും സ്റ്റാഫുകൾ കയറി ഓരോ ഭാഗത്തും കയറി ഇറങ്ങി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ സ്വർണം മേടിപ്പിച്ച് കൊടുത്തിട്ട് കടയിൽ വരുന്നതല്ല മെയിൻ, കടയിൽ വന്ന് സ്വർണം എടുക്കുന്ന കസ്റ്റമർ അതല്ല മെയിൻ ഇങ്ങനെയാണ് ബിസിനസ് തന്ത്രം. ഇതാണ് ഈ തന്ത്രത്തിലൂടെ ഒരുപാട് സ്ത്രീകൾ ജോലിയുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും രക്ഷപ്പെടും, ഞങ്ങൾ എന്തെങ്കിലും രക്ഷപ്പെടും, നാളെ നമുക്ക് രക്ഷപ്പെടാം എന്ന പ്രതീക്ഷയിൽ വർഷങ്ങളോളം ജോലി ചെയ്യുന്ന ആളുണ്ട്. പിന്നെ ആകെ ഒരു വരുമാനം വെച്ചാൽ അവർക്കൊരു ബാജ് കിട്ടും, ഇങ്ങനെ കഴുത്തിൽ ചെമ്മണ്ണ് ഗോൾഡ് എന്ന് പറയുന്ന ബാജ്, നീല ഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത് ആ ചെമ്മണ്ണ് ഗോൾഡിലെ ഒരു സ്റ്റാഫാണെന്ന് പറയും. ഇപ്പം അതും പറയാൻ പറ്റില്ല. ഇപ്പം ജയിലിൽ പോയി കിടന്ന് ഇങ്ങനെ അവസ്ഥ ഉള്ളതുകൊണ്ട് അത് പറഞ്ഞാൽ മൈൻഡ് ചെയ്യില്ല ആൾക്കാർ. അപ്പം അവരുടെ ജീവിതം കഷ്ടതുല്യമാണ്. അവർക്ക് വേണ്ടി ബോബി ചെമ്മണ്ണ എന്തെങ്കിലും ഒന്ന് ഫസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ മോണോലിസേനയോ ഇങ്ങനെ സിനിമാടികളെ കൊണ്ടുവന്നിട്ട് അവർക്ക് 10, 15 വർഷം 50 വർഷം കൊടുത്തു. പക്ഷേ നിങ്ങൾ ഇത്രയും വളർന്നു വലുതാകാൻ കാരണം നിങ്ങളുടെ വീഡിയോ പ്രവർത്തകരാണ്, നിങ്ങളുടെ പുറകിൽ നിന്ന് കുറേ ജോലിക്കാരാണ്. അത് നിങ്ങൾ മറക്കരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ ആദ്യം ചെയ്യുക, എന്നിട്ട് പിന്നെ നിങ്ങൾ ആഘോഷിച്ച് തകർത്താട്. എനിക്കതാ പറയാനുള്ളൂ. ഓക്കെ.